അധികൃതരുടെ അനാസ്ഥ കാരണം പ്രയാസത്തിലാവുന്നത് നാട്ടുകാർ. വകതിരിവില്ലാത്ത പ്രവൃത്തിയാണ് ഇതിനു കാരണം. ആലത്തൂർ പുതിയങ്കം മുതൽ തെക്കുമുറി വരെ പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണിന്ന്. റോഡിനിരുവശത്തും താമസിക്കുന്നവർക്ക് ആവശ്യത്തിന് കുടിവെള്ളമില്ല. ഒരു വശത്ത് കുടിവെള്ളമാണ് പ്രശ്നമെങ്കിൽ മറുഭാഗത്ത് റോഡിന്റെ ശോചനീയാവസ്ഥയാണ്. വീടുകളിലെ പൈപ്പ് ലൈനിൽ നിന്ന് ആവശ്യത്തിന് ജലം ലഭ്യമല്ല. റോഡിലൂടെ കടന്നുപോകുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടിയത് നന്നാക്കാൻ അധികൃതർ തയ്യാറാവാത്തതിനാൽ കുടിവെള്ളം വരെ ഇല്ലാത്ത അവസ്ഥയാണ്. ശുദ്ധജല വിതരണം സുഗമമാക്കണമെന്ന് വീട്ടമ്മമാർ പറഞ്ഞു. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം കിട്ടുന്നില്ല. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിയതായിരുന്നു. പിന്നീട് അവരോടൊക്കെ പറഞ്ഞു, പക്ഷെ ആരും നേരാക്കി തന്നില്ല. പിന്നെ കയ്യിൽ നിന്ന് കാശിറക്കി നേരാക്കി, പക്ഷേ അന്ന് തന്നെ വണ്ടികൾ പോയിട്ട് വീണ്ടും പൊട്ടി. പിന്നെ ഈ ഓട്ട് സമയത്ത് ആൾക്കാർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്താണ് കല്ലൊക്കെ എനിക്ക് തൂക്കി. അത് ഞാൻ കെട്ടി നിൽക്കുന്നത് ഇല്ല, പക്ഷെ വെള്ളം പ്രതീക്ഷ വരും. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പിടാനായി പൊളിച്ച റോഡ് നന്നാക്കാത്തതിനാൽ ബസ്സുകൾക്ക് പോലും സുഗമമായി കടന്നുപോകാനാവുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വാഹനഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ബസ് ഇടിച്ചു തകർത്ത മതിൽ ഇതുവരെ പുനഃസ്ഥാപിക്കുന്നില്ലെന്ന് വീട്ടുടമ പറഞ്ഞു. അതുപോലും ചെയ്തില്ല. വളരെ കഷ്ടത്തിലാണ്. റോഡ് മകാൻ മോശമാണ്. പരാതിയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു ആൾക്ക് നേരാക്കും. ഇപ്പം കാശില്ല, നേരാക്കും. അതാ പറഞ്ഞത്. UTV ന്യൂസ്, പാലക്കാട്.